നമസ്കാരം. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ യഥാർത്ഥത്തിൽ തകർന്നു? അതോ ഇറാൻ ആണവ ബോംബുകളും സാമഗ്രികളും മറ്റൊരിടത്തേക്ക് മാറ്റിയോ? ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ബോംബാക്രമണം അവരുടെ ആണവ പദ്ധതിയെ സാരമായി ബാധിച്ചു എന്ന അവകാശവാദവുമായി ഒടുവിൽ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സെത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് പെന്റഗൺ പറഞ്ഞത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും അതിനെ തള്ളി ട്രംപ് രംഗത്ത് വന്നതിനും പിന്നാലെയാണ് പീറ്റ് ഹെഗ്സെത്ത് പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പലതും പിന്നോട്ട് പോയതായും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇതിന് വിരുദ്ധമായി പുറത്തുവന്ന പല റിപ്പോർട്ടുകളെയും ഹെഗ്സെത്ത് തള്ളിക്കളഞ്ഞു. ഇറാനിൽ ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ ഏജൻസികൾ തന്നെ നടത്തിയിരുന്നു. ഇതാണ് പ്രതിരോധ സെക്രട്ടറി തള്ളുന്നത്. ഇറാനിലെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചു എന്നും അത് പുനർനിർമ്മിക്കാൻ വർഷങ്ങളെടുക്കുമെന്നും സൂചിപ്പിക്കുന്ന CIA ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫിൻ്റെ പ്രസ്താവനകൾ ഉൾപ്പെടെയുള്ള പുതിയ ഇൻ്റലിജൻസ് രേഖകൾ ഹെഗ്സെത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ വാർത്താ സമ്മേളനത്തിലുടനീളം സാങ്കേതിക വിശദാംശങ്ങളും ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളുടെ ചരിത്രവും ഹെഗ്സെത്ത് വിവരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നുവെന്നും താൻ പരിശോധിച്ച ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും ഇങ്ങനെയൊരു പരാമർശമില്ല എന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞിട്ടുണ്ട്. US സൈനിക ബോംബർ വിമാനങ്ങൾ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ 30,000 പൗണ്ട് ഭാരമുള്ള 15ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതായി പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ നടന്ന US വ്യോമാക്രമണത്തിന് മുന്നോടിയായി ഇറാൻ ഫോർദോ കേന്ദ്രത്തിൽ നിന്ന് സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശേഖരം മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ആഴ്ച ആണവ വിദഗ്ധർ പറഞ്ഞിരുന്നത്. ആക്രമണത്തിന് മുന്നോടിയായുള്ള ദിവസങ്ങളിൽ ഫോർദോയിൽ അസാധാരണമായ പ്രവർത്തനം നടന്നതായി ഉപഗ്രഹ ചിത്രങ്ങളും വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കേന്ദ്രത്തിന് പുറത്ത് നീണ്ട നിരയും കാണാമായിരുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 60% സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിൻ്റെ ഭൂരിഭാഗവും ആക്രമണത്തിന് മുൻപ് ഇറാൻ രഹസ്യസ്ഥലത്തേക്ക് മാറ്റിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും കേടുകൂടാതെ ഇരിക്കുന്നു, കാരണം അത് ഫോർദോയിൽ ഉണ്ടായിരുന്നില്ല. ഇതിന് മറുപടിയായി ഹെഗ്സെത്ത് പെന്റഗൺ വാർത്താ സമ്മേളനത്തിൽ ഈ വാദങ്ങൾ തള്ളിക്കളയുകയും ആക്രമണങ്ങളുടെ വിജയം കുറച്ചു കാണിച്ചതിന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആക്രമണങ്ങൾ ഇറാനിലെ ആണവ പദ്ധതി ഏതാനും മാസങ്ങൾ മാത്രം വൈകിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി വിലയിരുത്തലിനെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും രഹസ്യവുമായ സൈനിക നടപടിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകി. അതൊരു മികച്ച വിജയമായിരുന്നുവെന്നും അതിൻ്റെ ഫലമായി ഇറാനിൽ ഒരു വെടിനിർത്തൽ കരാറും 12 ദിവസത്തെ യുദ്ധവും അവസാനിച്ചുവെന്നും ഹെഗ്സെത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആണവശേഷിയെ അമേരിക്ക ഇല്ലാതാക്കിയെന്നും ഹെഗ്സെത്ത് അവകാശപ്പെട്ടു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും രഹസ്യവും സങ്കീർണവുമായ സൈനിക നടപടിയാണ് നടത്തിയത് എന്ന് പെന്റഗണിലെ വാരാന്ത്യ യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ദൗത്യത്തിൽ പങ്കെടുത്ത ബോംബിംഗ് സംഘത്തെക്കുറിച്ചുള്ള മുൻപ് വെളിപ്പെടുത്താത്ത വിവരങ്ങളും ജനറൽ കെയ്ൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 37 മണിക്കൂർ നീണ്ട ദൗത്യം നിർവഹിച്ച സംഘത്തിൽ ക്യാപ്റ്റൻ മുതൽ കേണൽ വരെയുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നതായും ഹെഗ്സെത്ത് വെളിപ്പെടുത്തിയിരുന്നു.